ഹൈബി ഈഡന്റെ വീട്ടിന് മുന്നിലാണ്, കൊച്ചിയിലാണ്. അപ്പോൾ രാവിലെ എത്തി. നമ്മൾ 7:30-ക്കാണ് അദ്ദേഹത്തോട് സമയം പറഞ്ഞിരുന്നത്. ധാരാളം ആളുകൾ ഹൈബീഡിനെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അപേക്ഷകളും പരാതികളും നിവേദനങ്ങളും ഒക്കെയായിട്ട് ഹൈബി ഈഡന്റെ പതിവ് ദിനം അതേപടി തന്നെ തുടരുന്നു. നമുക്കൊപ്പം ഹൈബി ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ് മോർണിംഗ്. കുതിരപ്പുറത്ത് കയറിയിട്ട് എത്ര നാളായി ലാസ്റ്റ്? കുതിരപ്പുറത്ത് മോളുടെ കൂടെ കശ്മീര് പാർലമെന്ററി കമ്മിറ്റി ടൂർ പോയപ്പോ കയറിയതാ. വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരെ കണ്ടാ മതി കേട്ടോ. പാർലമെന്റ് ടൂർ പോയപ്പോ കയറിയതാ അല്ലേ? ഒന്ന് ശ്രമിക്കുന്നുണ്ടോ? വേണ്ട വേണ്ട. രാവിലെ ഒന്നാമത് തെരഞ്ഞെടുപ്പിന്റെ സമയം അല്ലെ, ഇനി അങ്ങോട്ട് സജീവമാകേണ്ട സമയങ്ങളാണ്. അപ്പോൾ വളരെ ഉഷാറാണ്. അപ്പൊ ഞങ്ങളുടെ പ്രീപോൾ സർവേ ഒക്കെ കണ്ടിരുന്നല്ലോ അല്ലെ? കണ്ടിരുന്നു. അതിനൊരു ചിരി മുഖത്തുണ്ട്, ഒരു ആത്മവിശ്വാസത്തിന്റെ ചിരി. പക്ഷെ കെ ജെ ഷൈന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പുള്ള സർവേ ആണ് കേട്ടോ. അപ്പോ കെ ജെ ഷൈൻ എങ്ങനെയുണ്ട്? കരുത്തായ സ്ഥാനാർത്ഥിയാണോ? സ്ഥാനാർത്ഥി ഞാനൊരു ഇലക്ഷനെ നിങ്ങൾക്ക് നേരിട്ട് അറിയാമല്ലോ. ഞാനൊരു ഇലക്ഷനെ ചെറുതായിട്ട് കാണാറില്ല. അപ്പോ അതാര് തന്നെ ആയിരുന്നാലും കഴിഞ്ഞ തവണ പി രാജീവായിരുന്നു, അതിനുമുമ്പ് അനിൽകുമാർ ആയിരുന്നു, രണ്ടുപേരും കരുത്തരായിരുന്നു, അതിനുമുമ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആരും മോശക്കാരല്ലല്ലോ. ആരെയും ചെറുതാക്കിയോ രാഷ്ട്രീയ എതിരാളിയെ പരിപൂർണമായ ബഹുമാനത്തോട് ഉൾക്കൊള്ളുന്നു. അതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഈ മണ്ഡലത്തില് നമ്മുടെ സർവേകളിൽ തന്നെ ഏറ്റവും കൂടുതൽ MP-യെ അറിയുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് കൊച്ചിയാണ്. അതൊരു പക്ഷേ താങ്കളുടെ സജീവമായ സാന്നിധ്യമാണ് എന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ താങ്കൾ കരുത്തലാണെന്ന കാര്യത്തിൽ സംശയമില്ല. UDF-ന്റെ വോട്ട് ബാങ്ക് ഇവിടെയുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, KV തോമസ് ഇത്തവണ ഏതെങ്കിലും തരത്തിൽ താങ്കൾക്കൊരു ഭീഷണിയാണോ? അല്ല, അദ്ദേഹവും ഇപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വഹിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് താങ്കളെ വെയിലടിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങാം, ഈ കുന്തം ഒന്ന് പിടിച്ചാൽ ഞാൻ എനിക്ക് ഇറങ്ങാം, സ്വകാര്യമായിട്ട് ഇറങ്ങാം. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഹൈബിക്ക് ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് എന്നാണ് ഹൈബി പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ശരി, ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു ക്യാബിനറ്റ് പദവി വഹിക്കുന്ന ഒരാളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കോൺഗ്രസിൽ നിന്ന് പോയ ഒരാളെ പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചുക്കാൻ പിടിക്കുന്ന പങ്ക് വഹിക്കുന്ന ഒരാളായിട്ട് മാറുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റേതായ വഴിക്ക് പ്രചരണം നടത്തിക്കോട്ടെ എന്നാണ്. അല്ല, ഞാൻ പറഞ്ഞത് താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം അത് ഞങ്ങൾ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹം മെയിൻ സ്ട്രീമിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കാൻ പ്രാപ്തനായ കരുത്തുള്ള ആളാണ്. KV തോമസ് സജീവമാവട്ടെ. ടെൻഷനോ ഹൈബീഡനില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുന്നത് സംസ്ഥാന സർക്കാരിന് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന രീതിയിലാണ്. നമുക്ക് അങ്ങോട്ട് നോക്കാം. അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാർ മുമ്പിൽ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അത് വലിയ പ്രചരണ വിഷയമാക്കാൻ ഹൈബി ആലോചിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തെക്കാൾ ഹൈബി ഈഡൻ കാൻഡിഡേറ്റ് ആണ് അല്ലെങ്കിൽ കെ ജെ ഷൈൻ കാൻഡിഡേറ്റ് ആണ് എന്നതിനേക്കാൾ കൂടുതൽ ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ഒരു ഗവൺമെന്റ് 8 വർഷം തുടർച്ചയായിട്ട് ഒരു സ്റ്റേറ്റ് ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ചെയ്തികളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി വിലയിരുത്തുന്ന, സാധാരണ ഒരു സെൻട്രൽ ഇലക്ഷൻ, ഇപ്പൊ കഴിഞ്ഞ തവണ ഇതൊരു കേന്ദ്ര തെരഞ്ഞെടുപ്പായിരുന്നു. ഫാഷിസത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെ സ്വാധീനം, പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും ഞങ്ങളുടെ ക്യാമ്പയിൻ. അങ്ങനെ മാറണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പോൾ ഈ ക്യാമ്പയിനിൽ സംസ്ഥാന സർക്കാരിന്റെ ചെയ്തികളും പ്രചരണ വിഷയമാകും തീർച്ചയായിട്ടും. നമ്പർ 2, രാഹുൽ ഗാന്ധി ഇത്തവണ വരാനുള്ള സാധ്യത മങ്ങുന്നുവെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ സോഴ്സ്. താങ്കൾക്കും അറിയാമായിരിക്കും. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വരട്ടെ, അപ്പോൾ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ഒരു തരംഗം അതേപടി ആവർത്തിക്കാൻ UDF-ന് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ഒരു തെരഞ്ഞെടുപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സാണ്. അപ്പൊ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വാസ് എ ഫാക്ടർ, ഒരു വലിയ ഘടകമായിരുന്നു. ആ രാഹുൽ ഗാന്ധി എന്നുള്ള ഘടകം അങ്ങനെ നിലനിൽക്കുക തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരുപാട് അണ്ടർ കറൻസ് ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ജനാധിപത്യ
സംരക്ഷണവും ഇന്ത്യയുടെ മതേതര മുഖം ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. കഴിഞ്ഞ തവണത്തെക്കാൾ ഇമ്പോർട്ടന്റ് ആണ് അത് ഇത്തവണ. ഡിസിസീവാണ്, നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര, ഇപ്പൊ ഭാരത് ജോഡോ ന്യായ് യാത്ര, RSS സംഘപരിവാർ ശക്തികൾക്കെതിരെ ഇന്ത്യയിൽ നെഞ്ചുവിരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ. അവരെ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്ന നേതാവ്. പപ്പു എന്ന് വിളിച്ച അതേ ആളുകൾ മാറ്റി വിളിക്കേണ്ട സാഹചര്യമുണ്ടായി. അദ്ദേഹം, ഞങ്ങള് കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും പരാജയപ്പെട്ടു, പല സ്റ്റേറ്റുകളിലും ഞങ്ങൾ ജയിച്ചു. ആ തെരഞ്ഞെടുപ്പ് പരാജയവും വിജയവും ഒക്കെ മാറ്റി നിർത്തി കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു ഓർഗനൈസേഷൻ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിലപാടുകൾ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ വിഷയത്തിലും അതിൽ കോൺഗ്രസിന് മാത്രമാണ് ഇന്ത്യയുടെ സെക്യുലർ ഫാബ്രിക് നിലനിർത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസ് വരണമെങ്കിൽ UDF പരമാവധി MP വിജയിക്കണം. യു മെയ്ഡ് ഇറ്റ് വെരി എനിക്ക് മനസ്സിലായി താങ്കൾ പറഞ്ഞു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ കാണുന്ന CPM എല്ലാം അവിടെ കോൺഗ്രസുമായിട്ട് നല്ല ബന്ധത്തിൽ സഹകരിച്ചു പോകുന്ന ആളുകളാണ്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് ഹാവ് എൻ ഓപ്ഷൻ. അതെ, ഡോക്ടർ മൻമോഹൻ സിംഗ് 10 വർഷം പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഉള്ള സാഹചര്യമല്ല എന്നുള്ളത് ഏറെക്കുറെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിങ്ങൾക്കും അവർക്കും എല്ലാവർക്കും മനസ്സിലായി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നയപരമായ വിഷയങ്ങൾ തുടങ്ങി ഒരു MP അവരവരുടെ വിഷയങ്ങൾ മണ്ഡലങ്ങളിൽ അവതരിപ്പിക്കുന്നത് മുതൽ അവർക്ക് നടത്തേണ്ട പ്രസംഗങ്ങൾ വരെയുള്ള കാര്യങ്ങളിൽ BJP എടുക്കുന്ന നിലപാട് അത് ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും തകർക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കൊച്ചിയിലെ ജനങ്ങളോട് വോട്ടഭ്യർത്ഥിക്കാൻ പോകുമ്പോൾ ഹൈബി പറയാൻ പോകുന്ന ആദ്യത്തെ 2 കാര്യങ്ങൾ അത് ഇത് തന്നെയായിരിക്കും. ഒന്ന്, അതിലേതാണ് ഫസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 8 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ചെയ്തികൾ. 2, രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് ഫാസിസ്റ്റ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം. ഇതിലേതാണ് ഫസ്റ്റ് പ്രയോറിറ്റി? അല്ല, ഇതൊരു സെൻട്രൽ ഇലക്ഷൻ, പാർലമെന്റിലേക്ക് നടക്കുന്ന ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ, എന്തുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരണം, കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് നാഷണൽ ഇലക്ഷൻ. നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഒരു വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. അത് പ്രധാനപ്പെട്ട ഈ രാജ്യത്തിന്റെ ഏത് ഘടകങ്ങൾ എടുത്തു നോക്കിയാലും കോൺഗ്രസ് ആണ്. ദേശീയ രാഷ്ട്രീയമാണ്, ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസ് വന്നിരിക്കണം. 1. 2, സംസ്ഥാന ഗവൺമെന്റിനെ തെരഞ്ഞെടുപ്പിന് വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആവട്ടെ, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനെ കൂടി പരീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആവട്ടെ. 3, ഈ മണ്ഡലത്തിൽ ഒരു പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് കഴിഞ്ഞ 5 വർഷം ഞാൻ എന്താ ചെയ്തത്? എത്ര സസ്പെൻഷൻ നേരിട്ടു? സസ്പെൻഷൻ കിട്ടുള്ളൂ. നിങ്ങളുടെ റെക്കോർഡ് ഉണ്ടാവല്ലോ. അല്ല, ഞാൻ സസ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ അറ്റൻഡൻസ്, നമ്മുടെ ചോദ്യങ്ങൾ, ഇതെല്ലാം ആ ദിവസങ്ങളിൽ നമ്മൾക്ക് നിഷേധിക്കപ്പെടും ഔദ്യോഗികമായി. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ നിങ്ങളൊരു ചില ആൾക്കാരെ കുറിച്ച് പറയുമല്ലോ, മുണ്ടുടുക്കാൻ പോലും പാർലമെന്റിൽ എഴുന്നേക്കാത്ത ആളാണ് എന്നുള്ളതാണല്ലോ ആക്ഷേപം. മുണ്ടെടുക്കാത്തോണ്ട് പ്രശ്നമില്ല, പാൻഡിട്ടാ പോകുന്നത്. അപ്പോ ഒരു പ്രധാനപ്പെട്ട ഘടകം ഞാൻ പെർഫോം ചെയ്തു. അത് ദൃശ്യങ്ങളിലുണ്ട്, റെക്കോർഡിലുണ്ട്. മാധ്യമങ്ങളിൽ പരിശോധിക്കാം. പ്രസംഗിച്ചോ, മണ്ഡലങ്ങളിലെ വിഷയം ഉന്നയിച്ചോ, നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള മണിപ്പൂർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റഴിക്കൽ, സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടാത്ത പൈസ നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്ന് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നു, മൈനോറിറ്റി വിഷയങ്ങളിൽ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ റിസർവേഷൻ എടുത്തു കളഞ്ഞു, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് 14.5 മിനിറ്റ് സംസാരിച്ചത് ഞാനാണ്. അപ്പൊ നിങ്ങൾ എന്റെ പാർലമെന്ററി പെർഫോമൻസ് അളക്കണം. നിങ്ങൾ ഈ മണ്ഡലത്തിൽ ഒരു MP-യും MLA-യും തമ്മിൽ ഒരിക്കലും ഒരു കമ്പാരിസൺ ഉള്ളതല്ല. പക്ഷെ ആസ് എൻ MP കഴിഞ്ഞ കാലങ്ങളിൽ MP-മാരുണ്ടായിരുന്നു. മണ്ഡലത്തിൽ എങ്ങനെയാണ് വികസന പദ്ധതികൾ നടത്തിയത് എന്നെ വിലയിരുത്തുന്ന കൊച്ചിയിലെ ജനങ്ങൾ എനിക്ക് മാർക്കിടണം. പല ചാനലുകളും മാർക്കിടാറുണ്ടല്ലോ, ആ മാർക്കിടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറണം. അങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് ഹൈബി വോട്ടർമാരുടെ ഇടയിൽ ഇറങ്ങുന്നത്. നിങ്ങൾ എന്നെ വിലയിരുത്തിക്കോളൂ, എന്റെ പാർലമെന്റിലെ പ്രകടനം നിങ്ങൾ കണ്ടോളൂ, അതെല്ലാം പ്രചരണത്തിൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ആളുകൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും, ന്യായീകരണങ്ങൾ പറയും.
അത് ഇങ്ങനെ സംഭവിച്ചതാണ് അങ്ങനെ സംഭവിച്ചതാണ്. ഞാൻ പറയുന്നത് പാർലമെന്ററി പെർഫോമൻസ്. ഒരു ലോ മേക്കറെ സംബന്ധിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ അയാൾക്ക് അയാളുടെ മണ്ഡലത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും സംസ്ഥാനത്തെക്കുറിച്ചും വ്യക്തമായ നയപരമായ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ കാഴ്ചപ്പാട് വളരെ കോൺഫിഡൻസോട് കൂടിയാണ് ഹൈബീഡ് എന്നത് പറയുന്നത്.